അങ്ങനെ ബ്രസീലിന്റെ വേൾഡ് കപ്പിനായിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫൈനലി ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നെയ്മറിന്റെ ബ്രസീൽ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ബ്രസീൽ സ്ക്വാഡിൽ നെയ്മറിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആൻസലോട്ടി അപ്പോൾ നെയ്മർ ഇല്ലാതെ എന്ത് വേൾഡ് കപ്പ്? സുൽത്താൻ ബ്രസീൽ സ്ക്വാഡിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ക്യാപ്റ്റന് മുന്നോടിയായി ബ്രസീൽ ഫാൻസ് നെയ്മറിനായി വലിയ മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു തെരുവുകളിൽ. എന്തായാലും ആൻസലോട്ടിക്ക് നെയ്മറിന്റെ പേര് വായിച്ചതിനു ശേഷം പിന്നീട് മറ്റു പേരുകൾ വായിക്കാൻ പറ്റിയിരുന്നില്ല. ബ്രസീൽ ജനതയുടെ അപാര ആഘോഷം തന്നെയായിരുന്നു നെയ്മറിന്റെ പേര് കേട്ടതിനെ തുടർന്ന്. അതുപോലെ നെയ്മറിന്റെ പേര് വായിച്ചതിനു ശേഷമല്ല മാർസലോയുടെ റിയാക്ഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. എന്തായാലും എല്ലാവർക്കും അറിയാം, ബ്രസീൽ ഫാൻസ് മാത്രമല്ല എല്ലാ ഫുട്ബോൾ ഫാൻസും കാത്തിരുന്നവർ തന്നെയാണ് നെയ്മർ വേൾഡ് കപ്പിൽ കളിക്കണം എന്നുള്ളത്. എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണ് ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും നെയ്മറിന്റെ ഒക്കെ. അപ്പോൾ അവരെന്തായാലും കളിച്ച് കാണുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നെയ്മറിന്റെ തിരിച്ചുവരവ് ആ സ്ക്വാഡിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ ആയാലും മികച്ച രീതിയിൽ തന്നെ വേൾഡ് കപ്പിൽ പ്രകടനം നടത്താൻ സാധിക്കട്ടെ.